പഞ്ചായത്തിന്റെ അനുമതിയോടെ നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിന് നമ്പർ അനുവദിക്കുന്നില്ലെന്ന് പരാതി നിർമ്മാണ വ്യവസ്ഥകൾ ലംഘിച്ചെന്നാണ് അധികൃതർ ഇപ്പോൾ പറയുന്നത്. വീഴ്ച പറ്റിയ ഉദ്യോഗസ്ഥർക്കാണെന്ന് വ്യക്തമായതോടെ തദ്ദേശ വകുപ്പ് മന്ത്രി നടപടിക്ക് ഉത്തരവിട്ടു. പക്ഷേ 4 കോടി രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടത്തിന് നമ്പർ ലഭിക്കാത്തതിനാൽ വലയുകയാണ് കൊല്ലം പോരുവഴി സ്വദേശികളായ പ്രവാസി സഹോദരന്മാർ. പ്രവാസ ജീവിതത്തിൽ നിന്ന് സ്വരുക്കൂട്ടിയ സമ്പാദ്യവും വിവിധ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തുമാണ് കൊല്ലം ശാസ്താംകോട്ട പോരുവഴി സ്വദേശികളായ സഹോദരന്മാർ ചേർന്ന് 3 നിലകളിലായി 18,000 ചതുരശ്ര അടിയിൽ കെട്ടിടം നിർമ്മിച്ചത്. കൊല്ലം തേനി ദേശീയപാതയിൽ ഭരണിക്കാവിലാണ് കെട്ടിടം നിർമ്മിച്ചത്. ശാസ്താംകോട്ട പഞ്ചായത്തിൽ പ്ലാൻ സമർപ്പിച്ച് അനുമതി വാങ്ങി തന്നെയായിരുന്നു നിർമ്മാണം. എന്നാൽ അനുമതി നൽകിയ അതേ അസിസ്റ്റന്റ് എഞ്ചിനീയർ തന്നെ നിർമ്മാണം പൂർത്തിയായപ്പോൾ കെട്ടിട നമ്പർ നിഷേധിച്ചു. ആ ഫയൽ പരിശോധിച്ച അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഞങ്ങൾക്ക് പെർമിറ്റ് നൽകിയ അതേ അസിസ്റ്റന്റ് എഞ്ചിനീയർ തന്നെ ഇപ്പോൾ പറയുന്നു ഇതിൽ ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്ന്. ഞങ്ങൾ പറഞ്ഞു പെർമിറ്റിന് വിപരീതമായി ഞങ്ങൾ ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ നൽകിയ അതേ പെർമിറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ബിൽഡിംഗ് പണിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞത് അന്ന് ഞാൻ ഫയൽ പരിശോധിക്കാതെയാണ് പെർമിറ്റ് നൽകിയത്, ഇതിൽ ചട്ടലംഘനം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്പർ നൽകാൻ പറ്റില്ല എന്ന്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ലംഘനം ചൂണ്ടിക്കാട്ടിയായിരുന്നു അനുമതി നിഷേധിച്ചത്. ഇതോടെ വിഷയം തദ്ദേശ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് നടത്തിയ അദാലത്തിൽ പരാതിയായി എത്തി. പ്ലാൻ അനുമതി നൽകിയ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും പ്ലാൻ വരച്ച ലൈസൻസിക്കുമാണ് വീഴ്ച പറ്റിയതെന്ന് ചൂണ്ടിക്കാട്ടി മന്ത്രി നടപടിക്ക് നിർദ്ദേശം നൽകി. സമാനമായ പ്രശ്നങ്ങളിൽ പൊതുസമീപനം രൂപീകരിക്കാൻ സർക്കാർ തലത്തിൽ നടപടി സ്വീകരിക്കുക എന്നാണ് മന്ത്രി ഓർഡർ ഇട്ടത്. പക്ഷേ ഞങ്ങൾക്ക് നമ്പർ ഇടുന്നതിനെക്കുറിച്ച് മന്ത്രിതലത്തിൽ ഒരു ചർച്ചയും ചെയ്തിട്ടില്ല. 3.25 കോടിയോളം രൂപ ഈ ബിൽഡിങ്ങിന് ചെലവായിട്ടുണ്ട്. 1.5 കോടിയോളം രൂപ വിവിധ ബാങ്കുകളിൽ നിന്ന് പ്രൊജക്ട് ലോണാണ് എടുത്തിട്ടുള്ളത്. ലോൺ മുടങ്ങിയാൽ ബിൽഡിംഗ് റിക്കവർ ചെയ്യുമെന്നാണ് ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടിയ നിർദ്ദേശം. മന്ത്രിയുടെ തീരുമാനത്തിൽ വിട്ട അദാലത്തിൽ പോലും കെട്ടിട ഉടമകൾക്ക് നീതി ലഭിച്ചില്ല. കോടതിയെ സമീപിക്കാനായിരുന്നു മന്ത്രിയുടെ ഉപദേശം. ഒരു ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ ലക്ഷങ്ങളും കോടികളും മുടക്കിയ വ്യവസായികളാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിസ്സഹരായി നോക്കി നിൽക്കുന്നത്. ഉദ്യോഗസ്ഥ അനാസ്ഥയിൽ സർക്കാർ നടപടിയെടുത്തേ മതിയാവൂ. ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് പറയുന്ന വ്യവസായികൾക്ക് മുമ്പിൽ കണ്ണു തുറക്കേണ്ടത് സർക്കാരാണ്. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുൺ SR-നൊപ്പം അരുൺ രാജ്, 24.